നമസ്കാരം. മലനാട് ടിവിയുടെ വാർത്താ മലയാളത്തിലേക്ക് സ്വാഗതം. അഗതിയൂർ കലശമല ആര്യലോക് ആശ്രമത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള സ്ത്രീകളുടെ കൂട്ടായ്മ ആര്യശക്തി രൂപീകരിച്ചു. ആര്യശക്തിയുടെ കീഴിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വൃക്ഷത്തൈകളും വിതരണം ചെയ്യുന്ന ചടങ്ങ് അഷ്ടാംഗം ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആലത്തിയൂർ നാരായണൻ നമ്പി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിനോടനുബന്ധിച്ച് അദ്ദേഹം ആശ്രമത്തിൽ വൃക്ഷത്തൈ നടുകയും ചെയ്തു. ആര്യലോക് ആശ്രമ മഠാധിപതി ആര്യ മഹർഷി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വലിയൊരു അവസരമായിട്ട് കണക്കാക്കുന്നു. ഇത്തരം തുടക്കങ്ങളിൽ നിന്നാവട്ടെ നിങ്ങളുടെ ടോട്ടലായിട്ടുള്ള മാറ്റത്തിന്, വലിയ മാറ്റത്തിന് നാന്ദി കുറിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് ഇനി മുഖ്യപ്രഭാഷണം നടത്തുന്ന അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ ഉദ്ഘാടകൻ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്ഥലത്ത് കടന്ന ഉടനെ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെയുള്ള ഔഷധസസ്യത്തിൽ കിടക്കുമ്പോൾ നോക്കി ആ ശോകത്തിനെ കണ്ടു. ഞാൻ ഓരോ മരുന്നുകളാണ് എൻ്റെ കണ്ണിൽ. ഈ വൈദ്യൻ്റെ ചില കുഴപ്പങ്ങൾ അതാണ്. നമുക്ക് ഒന്നില്ലെങ്കിൽ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ വല്ല രോഗം ഉണ്ടോന്നാണ് നമ്മുടെ നോട്ടം. ചിലപ്പോൾ ചെലപ്പിൻ്റെ വാറ് പൊട്ടിയതായിരിക്കാം, എന്നാലും കാലിൽ എന്തോ കുഴപ്പമെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു ദോഷയ്ക്ക് തൃക്കാണല്ലോ നമ്മൾ എപ്പോഴെന്തെങ്കിലും ദോഷം കാണാറുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഔഷധസസ്യങ്ങളെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തപ്പെട്ടി ഫോട്ടോസ്റ്റാപ്പ് ചെയ്യണ പോലെ. അപ്പോൾ എന്തായാലും ഇവിടെ എത്തുന്ന ഓരോ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഭാവിയിൽ ഇനി ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. രോഗശമനം ഉണ്ടാവും. ആയുർവേദം ആയിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ, ഇത് മെഡിക്കൽ സിസ്റ്റം ആയിക്കോട്ടെ, ആരോഗ്യത്തിൻ്റെ ഡിറ്റർമിനൻസ്, അതായത് ആരോഗ്യം നിർണ്ണയിക്കുന്നത് ഔഷധങ്ങളല്ല, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങൾ ആന്തരികമായി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു, ബാഹ്യമായി നിങ്ങൾ എങ്ങനെ സന്തുലിതാവസ്ഥ നേടിയെടുക്കുന്നു എന്നുള്ളതിലാണ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശയപ്പല്ലുള്ളവരുടെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും നിങ്ങൾക്ക് അതൊക്കെ തീർച്ചയായിട്ടും നേടാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്തിച്ചേർന്ന ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ഇവിടെ എത്തിയ ഓരോ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഭാവിയിൽ ഇനി ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. രോഗശമനം ഉണ്ടാവും. ആയുർവേദം ആയിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ, ഇത് മെഡിക്കൽ സിസ്റ്റം ആയിക്കോട്ടെ, ആരോഗ്യത്തിൻ്റെ ഡിറ്റർമിനൻസ്, അതായത് ആരോഗ്യം നിർണ്ണയിക്കുന്നത് ഔഷധങ്ങളല്ല, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവിതശൈലി, നിങ്ങൾ ആന്തരികമായി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു, ബാഹ്യമായി നിങ്ങൾ എങ്ങനെ സന്തുലിതാവസ്ഥ നേടിയെടുക്കുന്നു എന്നുള്ളതിലാണ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശയപ്പല്ലുള്ളവരുടെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും നിങ്ങൾക്ക് അതൊക്കെ തീർച്ചയായിട്ടും നേടാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്തിച്ചേർന്ന ഓരോരുത്തർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പുഴക്കൽ ശോഭ സിറ്റി റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി വിജയ ജോയ് അധ്യക്ഷതയും വഹിച്ചു. സഹാറ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഇന്ദിരാ വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് അനുഷ, വിജയം ആർ ദാസ്, ബിന്ദു ബാസുരി, ദേവയാനി തുടങ്ങിയവർ സംസാരിച്ചു. ബബിത ബിനോയ് നന്ദി രേഖപ്പെടുത്തി. You are watching India's first NGO television, Malanad TV India.